നമസ്കാരം, ഏവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഈ അധ്യായത്തിലൂടെ ചില കാര്യങ്ങൾ, നിങ്ങൾക്ക് അറിയേണ്ടതായ ചില കാര്യങ്ങൾ ഭഗവാൻ നിങ്ങളിലേക്ക് പകർന്ന് നൽകുകയാണ്. ഇത് യാദൃശ്ചികമായി സംഭവിക്കുന്ന ഒരു കാര്യമായി പരാമർശിക്കുവാൻ സാധിക്കുന്നതല്ല. അപ്രതീക്ഷിതമായി നിങ്ങളിലേക്ക് കടന്ന് വന്നിരിക്കുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം. ഇത് ഭഗവാൻ നിങ്ങളുടെ ജീവിതത്തിൽ നടത്തിയിരിക്കുന്ന ഒരു ഇടപെടലായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കുകയും ചെയ്യും. അന്ധകാരത്തിലൂടെ പോയിക്കൊണ്ടിരുന്ന നിങ്ങളുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ അനുകൂലമാകാവുന്ന സാഹചര്യം ജീവിതത്തിലുണ്ട്. ഈ സമയം കഠിനമായ പരീക്ഷണങ്ങളിലൂടെ മുന്നോട്ട് പോകുന്ന സാഹചര്യമാണ് നിങ്ങൾക്കുള്ളത്. അപ്പോൾ അത്തരം ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട സന്ദേശത്തെക്കുറിച്ച് വിശദമായി തന്നെ ഈ അധ്യായത്തിലൂടെ മനസ്സിലാക്കാം. ഇതൊരു ജനറൽ റീഡിംഗ് തന്നെയാണ്. അതിനാൽ നിങ്ങളുടെ ജീവിതവും ജീവിത സാഹചര്യങ്ങളുമായും ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ മാത്രം നിങ്ങൾ സ്വീകരിക്കേണ്ടതാണ്. മറ്റു കാര്യങ്ങൾ നിങ്ങൾക്ക് പൂർണ്ണമായും ഒഴിവാക്കി മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഏവരും ഒരു നിമിഷം ഭഗവാനെ വന്ദിച്ചുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ കേൾക്കുവാൻ ശ്രമിക്കുക. നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ആഴമേറിയതായ ചില സത്യങ്ങൾ മനസ്സിലാക്കേണ്ടത് അനിവാര്യമാണ് എന്നുള്ളതാണ് വാസ്തവം. ഈ സമയം നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക് നിങ്ങളെ കൈപിടിച്ചുയർത്തുന്നതായ സാഹചര്യം ജീവിതത്തിലുണ്ട് എന്നുള്ളതാണ് വാസ്തവം. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ തീർച്ചയായും ഒരു യാത്രയുടെ തുടക്കം തന്നെയാണ് ആരംഭിച്ചിരിക്കുന്നത് എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. ചില മാറ്റങ്ങൾ സാധ്യമാകാവുന്ന സാഹചര്യം ജീവിതത്തിലുണ്ട് എന്നുള്ളതാണ്. തീർച്ചയായും ഈ സമയം കൃത്യമായ ഇടപെടലുകൾ നടത്തുവാൻ നിങ്ങൾക്ക് സാധിക്കും. പല കാര്യങ്ങളെക്കുറിച്ചും നിങ്ങൾ ഓർത്ത് വിഷമിക്കുന്നതായ സാഹചര്യങ്ങൾ ജീവിതത്തിലുണ്ട് എന്നത് വാസ്തവമാണ്. അവിടെ തീർച്ചയായും ഒരു മാറ്റം സാധ്യമാകും എന്നുള്ളത് വാസ്തവം തന്നെയാണ്. ഈ സമയം തീർച്ചയായും നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടതായ കാര്യം, ദൈവികമായ സത്യങ്ങൾ നിങ്ങൾ ഈ സമയം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. കഷ്ടപ്പാടുകൾ പലതും ജീവിതത്തിൽ അനുഭവിച്ചു പോരുന്ന നിങ്ങൾക്ക് അതിൽ നിന്നും ഒരു മാറ്റം സംഭവിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതൽ തന്നെയാണ്. ഈ സമയം ആപത്തുകളിൽ നിന്നും നിങ്ങളെ രക്ഷിക്കുന്നതായ സാഹചര്യങ്ങൾ ജീവിതത്തിൽ ഉടലെടുക്കും എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ എന്താണോ സംഭവിക്കേണ്ടതായ ദോഷകരമായ കാര്യം, അതിൽ നിന്നും ഒരു സംരക്ഷണം ലഭിക്കുകയും നിങ്ങൾക്ക് ഒരു മാറ്റം സംഭവിക്കാവുന്ന സാഹചര്യം ജീവിതത്തിൽ ഉടലെടുക്കുകയും ചെയ്യും എന്നുള്ളതാണ് വാസ്തവം. ഈ സമയം തീർച്ചയായും നിങ്ങൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കണം എന്ന് ഭഗവാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം. ഈ സമയം തീർച്ചയായും നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ പല കാര്യങ്ങളിലും ഒരു കൃത്യമായ ഇടപെടൽ സംഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ ആ സത്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ പല കാര്യങ്ങളിൽ നിന്നും ഒരു സംരക്ഷണം നിങ്ങൾക്ക് ലഭിക്കുന്നു എന്ന കൃത്യമായ ബോധ്യത്തോടെ തന്നെ നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കും എന്നുള്ളതാണ്. കൂടാതെ ഈ സമയം ആപത്തുകളിൽ നിന്നും ഒരു സംരക്ഷണം നിങ്ങൾക്ക് അനുഭവഭേദ്യമാകുന്ന സാഹചര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകും എന്ന കാര്യം ഓർക്കുക. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ അർത്ഥശൂന്യമായ ചില കാര്യങ്ങളെ ഒഴിവാക്കി മുന്നോട്ട് പോകുവാൻ സാധിക്കും. ചുട്ടുപഴുത്തതായ ചില സത്യങ്ങളെ നിങ്ങളുടെ ജീവിതത്തിൽ കൃത്യതയോടെ മനസ്സിലാക്കുവാൻ സാധിക്കും എന്നുള്ളതാണ്. സ്വയം ശുദ്ധീകരിക്കേണ്ടതായ സാഹചര്യം ജീവിതത്തിലുണ്ട്. അത് സാധ്യമാകാവുന്ന സാഹചര്യം ജീവിതത്തിൽ വന്ന് ചേരാം എന്ന കാര്യം ഓർക്കുക. ഈ സമയം നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ പല കാര്യങ്ങളിലും നിങ്ങൾ വിചാരിക്കുന്നത് പോലെയല്ല സംഭവിക്കുന്നത്. പല കാര്യങ്ങളിലും നിങ്ങളുടെ ജീവിതത്തിൽ പരീക്ഷണങ്ങൾ നേരിടുന്നു എന്ന് മാത്രമല്ല, അത് കഠിനമായ പരീക്ഷണങ്ങൾ തന്നെയാണ് എന്ന് പറയാം. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ തകർക്കും എന്നൊരു ചിന്തയുണ്ട് എങ്കിൽ അത് തെറ്റിദ്ധാരണ മാത്രമാണ് എന്നുള്ളതാണ് വാസ്തവം. ഈ സമയം ഭഗവാൻ നിങ്ങളെ ശക്തരാക്കി തീർക്കുന്ന സാഹചര്യമാണ് ജീവിതത്തിൽ ഉള്ളത് എന്ന കാര്യം ഓർക്കുക.
തീർച്ചയായും ഈ സമയം നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ പല അഗ്നി പരീക്ഷകളെയും താണ്ടി മുന്നോട്ട് പോകുവാനും ജീവിതത്തിൽ നിങ്ങൾക്ക് അർഹമായ വിജയത്തിലേക്ക് എത്തിച്ചേരുവാനും സാധിക്കുന്ന ഒരു സാഹചര്യം ഇവിടെ രൂപപ്പെടും എന്ന കാര്യം ഓർക്കുക. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും തിളക്കമുള്ളതായി തീരുകയാണ്. ഈ സമയം നിങ്ങളുടെ യഥാർത്ഥ ഉദ്ദേശം പലപ്പോഴും പലരും മനസ്സിലാക്കാതെ കുറ്റപ്പെടുത്തുന്ന സാഹചര്യമുണ്ട് എങ്കിൽ അവിടെ നിന്നും ഒരു മാറ്റം നിങ്ങൾക്ക് സംഭവിക്കുകയാണ് എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. പല വ്യക്തികളും നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ അകന്നു പോയതായ സാഹചര്യമുണ്ട് എന്ന് കാണുവാനായി സാധിക്കുന്നു. ഇത്തരം വ്യക്തികൾ അകന്നു പോയിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ ഒരിക്കലും വിഷമിക്കേണ്ടതായിട്ടില്ല. ചില കാര്യങ്ങൾ നിങ്ങളിൽ നിന്നും അകന്നു പോകുന്നു എന്നതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് കൂടുതൽ മെച്ചപ്പെട്ടതായ ചില കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നു എന്ന സൂചന തന്നെയാണ്. ഈ സമയം തീർച്ചയായും നിങ്ങൾ മനസ്സിലാക്കേണ്ടതായ കാര്യം അഗാധമായി തന്നെ പല കാര്യങ്ങളെക്കുറിച്ചും ചിന്തിച്ച് നിങ്ങളുടെ മനസ്സിലെ വിഷമതകളെ തരണം ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ്. ഈ സമയം നിങ്ങളുടെ മനസ്സിൽ ഉണ്ടായിരിക്കുന്നതായ ചില കാര്യങ്ങൾ വിഷമങ്ങളെ പരിഹരിക്കുവാൻ സാധിച്ചു എന്ന് വരാം. ഈ സമയം ഭഗവാൻ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ചില കാര്യങ്ങൾ ഒഴിവാക്കിയതായ സാഹചര്യമുണ്ട് എന്ന കാര്യം ഓർക്കുക. ഈ സമയം നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ പല കാര്യങ്ങളും നഷ്ടപ്പെട്ടു എന്ന ചിന്തയുണ്ട് എങ്കിൽ അത് തെറ്റിദ്ധാരണ മാത്രമാണ്. പല കാര്യങ്ങളിലും അന്ധകാരമകന്ന് ദുരിതപൂർണമായ സാഹചര്യമകന്ന് ജീവിതത്തിൽ സന്തോഷകരമായ ചില നിമിഷങ്ങൾ വന്ന് ചേരുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും അനുകൂലമായി ഭവിക്കുന്നു എന്ന കാര്യം ഓർക്കുക. ഈ സമയം നിങ്ങൾ ഒരിക്കലും തനിച്ചല്ല എന്ന ബോധ്യം നിങ്ങൾക്ക് ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. ഈ സമയം ഭഗവാൻ നിങ്ങൾക്ക് ശക്തമായ ഒരു തുണയായി നിലനിൽക്കുന്നു എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. ഈ സമയം പൂർണ്ണമായ ഒരു ആശ്രയം ഭഗവാനുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഒരു സാഹചര്യമുണ്ട്. പല കാര്യങ്ങളിലും നിങ്ങൾക്ക് ആത്മവിശ്വാസവും സമാധാനവും സിദ്ധിക്കുന്ന ഒരു സാഹചര്യം ജീവിതത്തിൽ രൂപപ്പെടും എന്ന കാര്യം ഓർക്കുക. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ തീർച്ചയായും ഒരു അദൃശ്യമായ കവചം നിങ്ങളുടെ ജീവിതത്തിൽ ലഭിക്കാവുന്ന ഒരു സാഹചര്യം രൂപപ്പെടാം എന്ന കാര്യം ഓർക്കുക. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ ദുഷ്ടശക്തികൾക്കും പ്രവേശിക്കുവാൻ സാധിക്കാത്ത വിധം ഭഗവാൻ കവചമൊരുക്കുന്ന ഒരു സാഹചര്യം ജീവിതത്തിലുണ്ട് എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. കൂടാതെ ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ പ്രത്യേകിച്ചും ഭഗവാനുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ അല്ലെങ്കിൽ ഭഗവാന്റെ അദൃശ്യമായ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുഭവവേദ്യമാകുന്ന സാഹചര്യമുണ്ട്. ഈ സമയം ഭഗവാൻ നിങ്ങളെ സംരക്ഷിച്ച് നിർത്തുകയും കഠിനമായ പരീക്ഷണങ്ങളിൽ നിന്നും നിങ്ങളെ രക്ഷിക്കുന്നതായ സാഹചര്യങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ്. നിങ്ങളുടെ ജീവിതത്തിലെ ഇരുണ്ട കാലം അവസാനിക്കുന്നതായ സാഹചര്യമുണ്ട്. സമൃദ്ധിയുടെ ഒരു കാലം ആരംഭിക്കുന്നതായ സാഹചര്യം രൂപപ്പെടാം. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിലേക്ക് പല കാര്യങ്ങളും അനുകൂലമായി പ്രവേശിക്കുന്ന സാഹചര്യങ്ങൾ രൂപപ്പെടും എന്നുള്ളതാണ്. സമാധാനം നിങ്ങൾക്ക് ലഭിക്കാവുന്ന സാഹചര്യമുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ തീർച്ചയായും സമൃദ്ധി അനുകൂല സാഹചര്യങ്ങൾ വന്നു ചേരാം. പ്രതിഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൃത്യതയോടെ ലഭിക്കുവാനുള്ള സാധ്യതകളുണ്ട്. പല കണക്കുകൂട്ടലുകളും നിങ്ങളുടെ ജീവിതത്തിൽ ശരിയായി ഭവിക്കാവുന്ന സാഹചര്യം രൂപപ്പെടാം എന്ന കാര്യം ഓർക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ പല കാര്യങ്ങൾ കൊണ്ടും വീശിയടിച്ച കൊടുങ്കാറ്റുകൾക്ക് നിങ്ങളെ തീർച്ചയായും എതിർത്ത് അത്തരം കാര്യങ്ങളെ നിങ്ങൾക്ക് ദോഷകരമായി ഭവിക്കും എന്ന ചിന്തയുണ്ട് എങ്കിൽ അത് ഒഴിവാക്കപ്പെടേണ്ടതാണ്. അതിൽ ഭഗവാൻ നിങ്ങൾക്ക് ഒരു സംരക്ഷണ കവചമായി നിൽക്കുന്ന സാഹചര്യമാണ് ഉള്ളത്. പലരും തകർക്കുവാൻ ശ്രമിച്ചു എങ്കിൽ പോലും അത് അവർക്ക് സാധിക്കാത്തതായ സാഹചര്യം ഉണ്ടായി എന്ന് വരാം. പൂർണ്ണമായും നിങ്ങളെ മനസ്സിലാക്കുവാൻ പോലും സാധിക്കാത്തതായ സാഹചര്യം അവർക്കുണ്ടാകും എന്നുള്ളതാണ് വാസ്തവം. പല മാലിന്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് അവർ നൽകുവാൻ ശ്രമിച്ചാൽ പോലും അതെല്ലാം അകറ്റുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന കാര്യം ഓർക്കുക. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ തീർച്ചയായും അനാവശ്യമായ പല കാര്യങ്ങളും ഒഴിവാക്കി മുന്നോട്ട് പോകുവാൻ സാധിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ എന്താണോ നിങ്ങൾക്ക് തെളിയിക്കേണ്ടത് അത് തെളിയിക്കുവാൻ സാധിക്കുന്ന സാഹചര്യം ഉണ്ടാകാം എന്നതും വാസ്തവം തന്നെയാണ്.
ഈ സമയം നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ പല കാര്യങ്ങളും നിങ്ങൾക്ക് സ്വീകരിക്കുവാൻ സാധിക്കുന്ന സാഹചര്യം ഉണ്ടാകും എന്നുള്ളതാണ്. പൂർണ്ണമായ വിശ്വാസത്തോടെ നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കും. നിങ്ങളുടെ ജീവിതത്തിലെ ഭയം പോലുള്ള കാര്യങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കുവാൻ സാധിക്കും. തെറ്റായ ചിന്തകളെ വേരോടെ തന്നെ പിഴുതെറിഞ്ഞ് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ്. ഈ സമയം പൂർണ്ണമായും നിങ്ങൾ നിങ്ങളെ തന്നെ ഭഗവാനിൽ സമർപ്പിച്ച് മുന്നോട്ട് പോകണം. ആഴത്തിലുള്ള നന്ദി എല്ലാ കാര്യങ്ങളിലും പ്രകടിപ്പിക്കേണ്ടതാണ്. ഈ സമയം ഭഗവാന്റെ അനുഗ്രഹം സ്വീകരിക്കുവാനുള്ള ഒരു അവസരമാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. കൃത്യമായ സമയത്ത് കൃത്യമായ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊള്ളും എന്നൊരു സൂചന തന്നെയാണ് ഈ സമയം നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത്. ഉജ്ജ്വലമായ ഒരു വളർച്ച നിങ്ങൾക്ക് സാധ്യമാകാം. പുതിയ പാതയിലേക്ക് പ്രവേശിക്കുവാൻ സാധിക്കും. ജീവിതത്തിന്റെ ഒരു പുതിയ പടിവാതിക്കലിലേക്ക് നിങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്ന സാഹചര്യമുണ്ട്. മനോഹരമായ ഒരു അവസരം സാധ്യമാകാം എന്നത് വാസ്തവമാണ്. അവഗണനകളെ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കും. ഭൂതകാലം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ വിഷമങ്ങൾ സൃഷ്ടിക്കുന്നു എന്നത് വാസ്തവമാണ്. എന്നാൽ ഇനി ഉണർവിൻ്റെ ഒരു സമയം തന്നെയാണ് കടന്ന് വന്നിട്ടുള്ളത്. ഭാവിയിലേക്ക് ഗുണകരമാകാവുന്ന പല പ്രവൃത്തികളും സാധ്യമാകാം. സമാനതകളില്ലാതെ തന്നെ പല കാര്യങ്ങളും കൃത്യതയോടെ പ്രവർത്തിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കും. മുറിവുകളെ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കും. അപമാനങ്ങളെ തരണം ചെയ്യുവാൻ സാധിക്കും. വലിയ ആത്മീയ ശക്തിയായി തന്നെ നിങ്ങൾക്ക് മാറുവാൻ സാധിക്കും എന്നുള്ളതാണ്. അത് കൃത്യമായി അനുഭവവേദ്യമാകുന്ന സാഹചര്യങ്ങൾ വന്നു ചേരാം. ഈ സമയം നിങ്ങൾക്ക് കരുത്ത് ലഭിക്കുകയും മുന്നേറുവാൻ സാധിക്കുകയും ചെയ്യും. വാക്കുകൾ കൂടുതൽ ശക്തിയുള്ളതായി തീരുകയും ചെയ്യാം. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ തീർച്ചയായും മാറ്റങ്ങൾ അനുഭവവേദ്യമാകാം. തിരഞ്ഞെടുപ്പ് കൃത്യമായി തീരാവുന്ന സാഹചര്യമാണ് ഉള്ളത്. ഓരോ ചുവടുവയ്പും കൃത്യതയോടെ നടത്തി മുന്നോട്ട് പോകേണ്ട സാഹചര്യമുണ്ട്. പുതിയ കാഴ്ചപ്പാടുകൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം. നിങ്ങൾ അനുഭവിച്ച പല വേദനകളെയും തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. ഈ സമയം പ്രപഞ്ചത്തിന്റെ അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിൽ ലഭിക്കാം എന്നുള്ളതാണ്. ഭയപ്പെടാതെ മുന്നോട്ട് പോകേണ്ട സമയമാണ്. അത് നിങ്ങൾക്ക് സാധിക്കും എന്ന കാര്യം ഓർക്കുക. ശ്രദ്ധയോടെ തന്നെ ഈ സമയം മുന്നോട്ട് നീങ്ങണം. പ്രത്യേകിച്ചും അവസരങ്ങൾ നിങ്ങളിലേക്ക് കടന്നു വരാവുന്ന സാഹചര്യമാണ് ഉള്ളത്. നെഗറ്റീവായ ചിന്തകളെ പൂർണ്ണമായും ഈ സമയം നിങ്ങൾ ഒഴിവാക്കി തന്നെ മുന്നോട്ട് നീങ്ങൂ.